ത്രിയേകദൈവത്തിന് സ്തുതി. ഭാഗ്യവിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യമാണ്. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിക്കുമ്പോഴാണ് നമുക്ക് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ സാധിക്കുന്നത്. സൂര്യന്റെ പ്രകാശം ലഭിച്ചു കഴിയുമ്പോഴാണല്ലോ ചന്ദ്രൻ പ്രകാശിക്കുന്നത്. അതുപോലെ എന്ന് സാരം. യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ലഭിക്കുവാൻ നാം എപ്പോഴും അവന്റെ നേരെ നിന്നു കൊടുക്കണം. ആ തേജസ്സിനെ മറയ്ക്കുന്ന ശക്തികൾ നമുക്കും യഹോവയ്ക്കും ഇടയിൽ ഉണ്ടാകരുത്. ഇവിടെയാണ് സാത്താന്റെ പ്രവൃത്തികളെ നാം തിരിച്ചറിയേണ്ടത്. സാത്താൻ എപ്പോഴും നമുക്കും ദൈവത്തിനുമിടയിൽ തിരശ്ശീല പോലെ മറ സൃഷ്ടിക്കും. ആ മറ വലിച്ചു കീറി പുറത്തു കളയുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിനെ പരീക്ഷിക്കാൻ വന്ന സാത്താനെ കർത്താവ് ആട്ടി ഓടിച്ച വിധം നമുക്ക് പരിചിതമാണല്ലോ. ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെ ലൗകിക വിഷയങ്ങളിൽ ആർത്തി ഭ്രമിപ്പിച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ പേരെടുക്കുവാൻ ദൈവത്തെക്കാൾ വലിയവൻ എന്ന അഹങ്കാര ചിന്ത മനസ്സിലുയർത്തിയും ലോകം മുഴുവനും എന്റേതാണ്, എന്റെ പിന്നാലെ വന്നാൽ ഞാൻ ഇതെല്ലാം നിനക്ക് നൽകാം എന്ന് പറഞ്ഞ് ലൗകിക പ്രതാപ ചിന്ത ഉയർത്തിയും എല്ലാം സാത്താൻ കർത്താവിനെ ഇരുട്ടിൽ വീഴ്ത്തുവാൻ ശ്രമിച്ചപ്പോൾ കർത്താവ് അവനെ ആട്ടി ഓടിച്ചല്ലോ. അതുപോലെ നമ്മിലേക്ക് കടന്നു വരുന്ന ദൈവപ്രകാശം അന്ധകാരപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന സാത്താന്റെ ശക്തിയെ നാം തുരത്തിയെങ്കിൽ മാത്രമേ ദൈവം നമ്മിൽ പ്രകാശിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ തന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിങ്ങളുടെ പ്രതിയോഗിയായ സാത്താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത്. ആകയാൽ നാം ആ കാര്യത്തിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രകാശത്തിൽ നിന്ന് നമുക്ക് പ്രശോഭിതരാകുവാൻ കഴിയുകയുള്ളൂ. ഇപ്രകാരം സ്വയം പ്രകാശിതരായെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ പ്രകാശം പരത്തുവാൻ കഴിയുകയുമുള്ളൂ. ഇവിടെ എഴുന്നേറ്റ് പ്രകാശിക്കുവാനാണ് പ്രവാചകൻ ആവശ്യപ്പെടുന്നത്. എഴുന്നേൽക്കുക എന്നത് ഒരു ജാഗ്രതയാണ്. എപ്പോഴും പോസിറ്റീവ് എനർജി ജീവിതത്തിൽ നിലനിർത്തുക എന്നതാണ് എഴുന്നേൽക്കുക എന്ന വാക്കിന്റെ പ്രധാന അർത്ഥം. നിരാശയും മടിയും അലസതയും എല്ലാം നാളെയാകട്ടെ എന്ന് മാറ്റിവെക്കുന്ന പ്രകൃതവും കൈമുതലുള്ളവർക്ക് ഒരിക്കലും ജീവിതത്തിൽ എഴുന്നേൽക്കുവാനോ ജാഗ്രതയോടെ പ്രവർത്തിക്കുവാനോ കഴിയുകയില്ല. 92-ാം വയസ്സിലും എന്റെ കൃപ നിനക്ക് മതി എന്ന പുസ്തകം എഴുതിയ മൺമറഞ്ഞ മഹാപ്രതിഭയായ ജോഷു അച്ഛനെ ഇത്തരണത്തിൽ ഞാൻ ഓർക്കുകയാണ്. വളരെ പ്രത്യാശ വായനക്കാരിൽ ഉളവാക്കുവാൻ ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. 95-ാം വയസ്സിൽ അദ്ദേഹം മൺമറയുന്നതുവരെയും കർമ്മനിരതനായി ഇരുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യാശപൂർണമായ ജാഗ്രത കൊണ്ടാണ്. അദ്ദേഹം 95-ാം വയസ്സിൽ മരിക്കുന്നതിന് മുമ്പ് ഏകദേശം 70ഓളം പുസ്തകങ്ങൾ രചിച്ചതായി മനസ്സിലാക്കുന്നു. എത്ര പ്രകാശ നിർഭരമായിരുന്നു ആ ജീവിതം എന്നതിൻ്റെ തെളിവാണല്ലോ ഇത്. അദ്ദേഹം കാട്ടിത്തന്ന വെളിച്ചം ഇന്നും അനേകർക്ക് വഴികാട്ടിയായി തിളങ്ങി നിൽക്കുന്നുവല്ലോ. പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ തങ്ങളുടെ വാഹനമായി ഉപയോഗിച്ചിരുന്ന കുതിരയെ നോക്കുക. ഒരിക്കൽ പോലും അലസതയില്ലാത്ത ജാഗ്രത കുതിരയുടെ സവിശേഷതയാണ്. പഴയകാലത്ത് യുദ്ധങ്ങളിൽ പോലും കുതിര പ്രധാന പങ്ക് വഹിച്ചിരുന്നുവല്ലോ. എപ്പോഴും കുതിച്ച് ഓടുന്നവൻ എന്ന അർത്ഥമാണ് കുതിര എന്ന വാക്കിന് തന്നെ. ആകയാൽ എപ്പോഴും ജാഗ്രതയുള്ളവരായി കർമ്മനിരതരാകുക. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുക. അതുതന്നെയാണ് നാം സമൂഹത്തിൽ പരത്തുന്ന വെളിച്ചം. അപ്രകാരം സമൂഹത്തിൽ പ്രകാശമുള്ളവരായി കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.